അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള രാവിലത്തെ ഒരു കടി അപ്പം ഉണ്ടാക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. പുളിപ്പിച്ചെടുക്കുന്ന അപ്പം ആയതുകൊണ്ട് തന്നെ നല്ല ഗുണങ്ങളുള്ളൊരു അപ്പം കൂടിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തത് പച്ചരിയാണ്. നല്ല ക്വാളിറ്റി അരി എടുക്കാൻ നോക്കാം. ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഓവർനൈറ്റ്. 250 ml 3 കപ്പ് പച്ചരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് കുതിർത്തി വെച്ചത് ഞാനിപ്പോൾ വെള്ളം ഊറ്റിയെടുത്തതാണ്. ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ജാറിൻ്റെ ഒരു ഭാഗം ഇട്ടാൽ മതി. നമുക്കിനി തേങ്ങയും അതുപോലെ ചോറും കൂടി ഇടാനുണ്ട്. അതിൻ്റെ അളവ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒന്നാകെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗ്രൈൻഡറുള്ളവർക്ക് ഒന്നാകെ ഇടാം. ഇപ്പോൾ ഒരു ചെറിയൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെയും പകുതി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരിയും തേങ്ങയും അതുപോലെ ചോറും പകുതിയാക്കി നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അരി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നാകെ ഇട്ടിട്ട് അരിക്കേണ്ടതാണ്. പക്ഷേ മിക്സിയിലായതുകൊണ്ട് സ്ഥലം ഉണ്ടാവില്ലല്ലോ, അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. വെള്ള കിട്ടാനാണ് നമ്മളിപ്പോൾ വെള്ള കളറുള്ള ചോറ് എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഈ ഒരു പ്രാവശ്യം തന്നെ അടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോരുത് അടിക്കുമ്പോൾ. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ ചേർത്തിട്ട് അടിച്ചാൽ മതി. ഇനി ഈ ഒരു ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പ്രാവശ്യം അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അടിഞ്ഞിട്ടുണ്ട്. ഇതേ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുളിപ്പിക്കാൻ വെക്കാനായിട്ട് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെള്ള ചോറില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ അവല് നനച്ച് കുതിർത്തിട്ട് അതും ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ചോറിന് പകരമായിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള അരിയും അതുപോലെ തേങ്ങയും കൂടി ചേർത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് നമുക്കൊന്നും കൂടി അടിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് ഊറ്റി എടുത്തിട്ട് അരി ഇട്ട് കൊടുക്കാം. മൊത്തം അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചു കൊടുക്കാനുണ്ട്. അതിലേക്ക് അടിച്ചു കൊടുക്കണ മുന്നായിട്ട് 1/2 സ്പൂണോളം കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണിൻ്റെ അടുത്ത് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. വെള്ളം കൂടി പോവേണ്ട. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം. ഞാനിപ്പോൾ ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തുടച്ചെടുത്തിട്ടുള്ളൂ. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒഴിച്ചിട്ടില്ല. വെള്ളം കൂടി പോവരുത്. ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു മാവിൻ്റെ അളവ് വേണ്ടിയത്, കട്ടി വേണ്ടിയത്. ഇഡ്ഡലി മാവിൻ്റെ അത്ര തന്നെ വേണ്ട. അത് ശ്രദ്ധിക്കണം. ഈ ഒരു കട്ടിയിലാണ് ഉള്ളത്. കൂടി അങ്ങനെ കുറഞ്ഞു പോകണ്ട, ലൂസ് കൂടി പോകണ്ട. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഓവർനൈറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 8 മണിക്കൂർ നേരം ഒന്ന്. ഇപ്പോൾ അതേ 8 മണിക്കൂർ കഴിഞ്ഞ് നല്ല രാവിലെയാണിത്. ഇപ്പോൾ കുറേശ്ശെ പൊന്തി നന്നായിട്ട് വന്നിട്ടുണ്ട്. മുകളിലേക്ക് അടിഭാഗത്തുണ്ടായിരുന്നതാണ് ഇപ്പോൾ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനിപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മാവ് ഓരോരോ കയ്യിൽ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ജസ്റ്റ് കയ്യിലോണ്ടൊന്ന് അമർത്തിയിട്ട് പരത്തി കൊടുക്കാം. പരത്തണം എന്നില്ല, കുറച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി. മീഡിയം ലോ ഫ്ലെയിമിൽ ആക്കി തീ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ മതി, തീ കൂടണ്ട. നന്നായിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് നമ്മളൊന്ന് പൊന്തിച്ചതേ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ലതാണ്, നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. വീണ്ടും ഇത് മാതിരി തന്നെ നമുക്ക് ചുട്ടെടുക്കണം.
കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് ശ്രദ്ധിക്കണം. തീ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതൊരു ബബിൾസൊക്കെ പൊട്ടാൻ സമയമെടുക്കും. പിന്നെ അതുപോലെ തീ കൂടി പോയിട്ടുണ്ടെങ്കിലും നന്നാവില്ല. ഇപ്പോൾ ബബിൾസൊക്കെ ഒന്ന് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വെച്ചെടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പം മധുരമൊക്കെ കൂടുതൽ ഇട്ടാൽ നമുക്ക് വേറൊരു കറീൻ്റെ ആവശ്യം വരില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരെ മധുരത്തോടെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. എല്ലാവിധ കറികൾക്കും ഈ ഒരു അപ്പം ചേരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.